കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ. അയാളുടെ കണ്ണിൽ നിന്നും അഗ്നി പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. വിനയില്ലേ? അയാളുടെ ചോദ്യം കേട്ട് ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് വിനുവേട്ടൻ വന്നിരുന്നു. വന്ന ആളുടെ മുഖം കണ്ടതും വിനുവേട്ടൻ്റെ മുഖം വിളറുന്നതും കണ്ടു. പക്ഷേ അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി സോഫയിലിരുന്നു. പിന്നെ എൻ്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ ത്രിവേണി വിനയനെ ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ഞാൻ അയാളുടെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കി. അയാൾ എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. പോക്കറ്റിൽ നിന്നും ഒരു കവറെടുത്തു എൻ്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു, ത്രിവേണി, ഇത് മണാലിക്കുള്ള ടിക്കറ്റാണ്. അവിടെ ഒരു റിസോർട്ടിൽ 4 ദിവസത്തേക്കുള്ള ഒരു കോട്ടേജും എടുത്തിട്ടുണ്ട്. നമ്മൾ രണ്ടുപേരും ഇന്ന് വൈകിട്ട് പോകുന്നു. എൻ്റെ ചുണ്ടുകൾ വിറച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. വിനുവേട്ടൻ്റെ മുന്നിൽ വെച്ച് ടൂറിന് എന്നെ ക്ഷണിക്കാൻ എങ്ങനെ ധൈര്യം വന്നു ഇയാൾക്ക്? ഞാൻ വിനുവേട്ടനെ നോക്കി. തല കുമ്പിട്ട് നിൽക്കുകയാണ്. എന്തോ ഒരു പന്തികേട് തോന്നുന്നു. ഇനിയും മൗനം പാലിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഒപ്പം ഞാനെന്തിനാ ടൂറിന് വരുന്നത്? എൻ്റെ ചോദ്യം കേട്ട് അയാൾ ചിരിച്ചു. പിന്നെ വിനുവേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു, ഞാൻ ആരാണെന്നൊന്ന് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്ക്. വിനുവേട്ടൻ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. ഇവൻ പറയാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്താം. ഞാൻ അവിനാഷ്. എൻ്റെ ഭാര്യ സംഗീത വിനയൻ്റെ ഒപ്പം ജോലി ചെയ്യുന്നു. ത്രിവേണിയെ ഞാൻ ട്രിപ്പിന് വിളിച്ചത് എന്തിനാണെന്ന് വിനയന് മനസ്സിലായി കാണും. ഒട്ടും കൂസലില്ലാതെ അയാൾ പറഞ്ഞു. ഞാൻ വിനുവേട്ടൻ്റെ അടുത്തേക്ക് ചെന്ന് കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ വിനുവേട്ട ഇതൊക്കെ? എന്തിനാ അയാൾ എന്നോടിങ്ങനെ സംസാരിക്കുന്നത്? വിനുവേട്ടൻ ഒന്നും പറഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവിനാഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സ്വന്തം ഭാര്യയെ വേറൊരാൾ ടൂറിന് ക്ഷണിക്കുന്നത് കേട്ടിട്ടും മിണ്ടാതെ നിൽക്കാനേ ഇവന് പറ്റൂ. ഞാനിപ്പോൾ നിൻ്റെ ഭാര്യയെ കയറി പിടിച്ചാൽ പോലും നീ എന്നെ തടയില്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാൻ നിന്നെ പോലെയല്ല. എനിക്ക് ദേഹം പൊള്ളുന്നത് പോലെ തോന്നി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരാൾ ഇങ്ങനെ മുഖത്ത് നോക്കി പറയുന്നു. ഞാൻ പോലും അറിയാതെ എൻ്റെ ശബ്ദം പൊങ്ങി. ഇയാൾ എന്താ പറയുന്നത് വിനുവേട്ട? ഇത് എല്ലാം കേട്ടിട്ടും താലി കെട്ടിയ ഭർത്താവൊന്നും മിണ്ടാതെ മാറി നിൽക്കുക. എന്താ വിനുവേട്ട ഇത്? അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ തൊണ്ടയിടറി. നിറഞ്ഞു വന്ന കണ്ണുകൾ അവിനാഷ് കാണാതെ ഇരിക്കാൻ ഞാൻ വേഗം തുടച്ചു. അവിനാഷ്, പ്ലീസ്, ഇവിടെ ഒരു സീനുണ്ടാക്കരുത്. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ വരാം, പ്ലീസ്. വിനുവേട്ടൻ്റെ കെഞ്ചുന്ന ശബ്ദം. ഞാൻ അത്ഭുതത്തോടെ വിനുവേട്ടനെ നോക്കി. ഇതുവരെ ഇത്രയും ശബ്ദം താഴ്ത്തി ഒരാളോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ എന്തോ വലിയ തെറ്റ് വിനുവേട്ടൻ ചെയ്തിട്ടുണ്ട്, ഉറപ്പ്. അവിനാഷ് ഒരു പരിഹാസ ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ എൻ്റെ ഭാര്യയും കൂട്ടി എല്ലാ മാസവും ഓരോ ട്രിപ്പ് പോകുന്ന കാര്യം ഞാൻ അറിഞ്ഞു. അപ്പോൾ പിന്നെ നിൻ്റെ ഭാര്യയും കൊണ്ട് ഞാനും കൊണ്ടുപോകണ്ടേ? അതല്ലേ അതിൻ്റെ ഒരു ശരി? അത് പറയാൻ നിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ വരണ്ടേ? ഞാൻ വീഴാതിരിക്കാൻ ചുമരിൽ പിടിച്ചു. വിനുവേട്ടൻ്റെ ഷർട്ട് പിടിച്ച് വലിച്ച് ഞാൻ ചോദിച്ചു, ഒഫീഷ്യൽ ട്രിപ്പ് എന്ന് പറഞ്ഞു പോയിരുന്നത് ഇതിനായിരുന്നോ? എന്നെ ഇങ്ങനെ പറ്റിക്കാൻ എങ്ങനെ തോന്നി വിനുവേട്ട നിങ്ങൾക്ക്? നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് 6 മാസം ആവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്? എൻ്റെ കൈകൾ തട്ടിമാറ്റിക്കൊണ്ട് വിനുവേട്ടൻ സോഫയിൽ പോയിരുന്നു. അവിനാഷ് വിനുവേട്ടൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്നു. ഇനി എന്തായാലും എൻ്റെ വീട്ടിൽ അവൾ വേണ്ട. എൻ്റെ കാറിലിരിപ്പുണ്ട്. ഞാനിവിടെ മുറ്റത്തിറക്കി വിടാം. ഡിവോഴ്സിനും ജോയിൻറ്റ് പെറ്റീഷനിലും അവൾ ഒപ്പിട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വക്കീലിനെ പോയി കണ്ട് എല്ലാം ശരിയാക്കി വിളിക്കാം. ഞാൻ വിനുവേട്ടൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ കണ്ണുകളെ നേരിടാൻ പറ്റാതെ മുഖം താഴ്ത്തിയിരിക്കുന്നു. അവിനാഷ് എഴുന്നേറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ ഒരടി പിറകോട്ട് നടന്നു. വാതിൽ പിടിച്ചു നിന്നു. സോറി പെങ്ങളെ, വന്നപ്പോൾ നേരത്തെ അങ്ങനെയെല്ലാം പറഞ്ഞതിന്. നിങ്ങളുടെ ഭർത്താവ് എൻ്റെ ഭാര്യയും കൂടി ചെയ്ത തെറ്റിന് നിങ്ങളോട് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. പെട്ടെന്ന് ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതാ. ഒന്നും വിചാരിക്കരുത്. അവൾ എന്നെ ചതിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. എല്ലാവരെയും വെറുപ്പിച്ച് അവളെ കല്യാണം കഴിച്ചതാ. എന്നിട്ടും അവൾ എന്നെ... അവിനാഷിൻ്റെ ശബ്ദം ഇടറി. മറുപടിക്ക് കാത്തു നിൽക്കാതെ അയാൾ ഇറങ്ങിപ്പോയി. ഞാൻ തിരിഞ്ഞ് വിനുവേട്ടനെ നോക്കി. എൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ ബെഡ്റൂമിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞിട്ടും കാണാതെ ആയപ്പോൾ ഞാൻ റൂമിലേക്ക് ചെന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ ഡ്രസ്സ് മാറ്റി കണ്ണാടിയിലേക്ക് നോക്കി നിൽക്കുന്ന വിനുവേട്ടനെ കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് ഞാൻ പല്ല് കടിച്ചു. വിനുവേട്ട, ഞാനിനി എന്താ ചെയ്യേണ്ടത്? എൻ്റെ റോൾ എന്താ ഇവിടെ? ഇനിയും ഒരു പൊട്ടത്തിയെ പോലെ ഇവിടെ ജീവിക്കാൻ എനിക്ക് വയ്യ. ഇതുവരെ വിനുവേട്ടൻ എന്നോട് കാണിച്ച അകൽച്ചയും ദേഷ്യവും ഒക്കെ എന്നെപ്പോലെയുള്ള ഒരു പെൺകുട്ടിയെ സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാവുമെന്നാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി,
എടുത്ത ചീപ്പ് എൻ്റെ നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് വിനുവേട്ടൻ അലറി. ഇപ്പോൾ മനസ്സിലായല്ലോ, ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കണോ? പോയിക്കൂടെ? നഷ്ടപരിഹാരം എന്താണെന്ന് വെച്ചാൽ തരാം. നീ ഒന്ന് ഇറങ്ങിത്തരുമോ? മേശപ്പുറത്തുനിന്നും കാറിൻ്റെ താക്കോലെടുത്ത് ഇറങ്ങിപ്പോയി. അമ്മയെ വിളിക്കാനായി ഞാൻ ഫോൺ എടുത്തു. കുറേ റിങ് ചെയ്തിട്ടും എടുത്തില്ല. ചേച്ചിമാരെ മാറി മാറി വിളിച്ചു. ആരും എടുത്തില്ല. ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ, പക്ഷെ ആരും ഇല്ലാത്തതുപോലെ. 6 മാസം കൊണ്ട് വിവാഹമോചനം വേണമെന്ന് പറഞ്ഞ് വീട്ടിൽ ചെന്നാൽ വേണ്ട, ഇനി ആർക്കും ഒരു ബാധ്യതയായിട്ട് ഞാൻ ജീവിക്കില്ല. ഫാനിൽ കുരുക്കെടുക്കുമ്പോൾ എൻ്റെ കൈയൊട്ടും വിറച്ചില്ല. ഇനി ത്രിവേണിയില്ല. ഫാനിൽ സാരി വലിച്ചു കെട്ടി ആ സാരി അമ്മ വാങ്ങിത്തന്നതാ. ആ സാരിയുടെ തുമ്പെടുത്ത് മണപ്പിച്ചു. അമ്മയുടെ മണം. അച്ഛൻ്റെ ഇഷ്ടം നിറമായ ഇളം റോസിൽ നിറയെ പൂക്കളുള്ള സാരി. ഈ സാരിയിൽ തൂങ്ങി നിൽക്കുന്ന എന്നെ കണ്ട അമ്മയും അച്ഛനും ചേച്ചിമാരും തകർന്നു പോകും. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം. നോക്കിയപ്പോൾ അമ്മയാണ്. സ്റ്റൂളിൽ നിന്നും ചാടിയിറങ്ങി ഫോൺ എടുത്തു. അമ്മേ, എനിക്ക് മടുത്തു. വിനുവേട്ടന് നമ്മളെ പറ്റിച്ചു അമ്മേ. ഇവിടെ വേറെ ഏതോ ഒരു സ്ത്രീയായിട്ട് എന്തൊക്കെയോ ഉണ്ട് അമ്മേ. എനിക്ക് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഫോണ് കട്ടായി. തിരിച്ചു വിളിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. സ്റ്റൂളിലിരുന്നുകൊണ്ട് വിളിക്കാൻ നോക്കുമ്പോൾ വലിയേച്ചി നമ്പറിൽ നിന്നും വീഡിയോ കോൾ വരുന്നു. ഒന്നും ആലോചിക്കാതെ ഞാൻ ഫോൺ എടുത്തു. ചേച്ചിയുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞു കണ്ടപ്പോൾ ഞാൻ നിയന്ത്രണം വിട്ട് കരഞ്ഞു. എന്താ എൻ്റെ കുട്ടിക്ക് പറ്റിയത്? ചേച്ചി കണ്ണുയർത്തി നോക്കുന്നത് കണ്ടപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ഫാനിൽ കുടുക്കിയിട്ട സാരിയുടെ തുമ്പ് എൻ്റെ തലയിൽ വീണു കിടക്കുന്നു. എന്തു ചെയ്യണം എന്നറിയാതെ നിന്നു. എന്താ മോളെ അത്? സാരി നിൻ്റെ തലയിൽ? മോളെ, നീ എന്ത് ഭ്രാന്ത ചെയ്യാൻ പോകുന്നത്? നിനക്ക് എങ്ങനെ തോന്നി മോളെ എങ്ങനെ ചിന്തിക്കാൻ? നിനക്ക് വല്ലതും പറ്റിയാൽ പിന്നെ നമ്മുടെ അച്ഛനും അമ്മയും ജീവിക്കുമോ? ചേച്ചി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഒന്നും പറയാൻ പറ്റാതെ ഞാൻ തലകുനിച്ചിരുന്നു. ചേച്ചിയുടെ മോള് ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് വാക്കുതാ. പിന്നെ നീ ഇനി അവിടെ നിൽക്കണ്ട. എന്താ നടന്നതെന്നൊന്നും ഇപ്പോൾ നീ പറയണ്ട. ഒരു ടാക്സി വിളിച്ച് സാധനങ്ങളെല്ലാം എടുത്ത് പോരാൻ നിനക്കിപ്പോൾ പറ്റുമോ? ചേച്ചിയുടെ പെട്ടെന്നുള്ള ചോദ്യം എന്നെ ഞെട്ടിപ്പിച്ചു. ചേച്ചി, കൊച്ചിയിൽ നിന്നും ടാക്സി വിളിച്ച് വയനാട് വരെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ വരും? എനിക്ക് ആരെയും അറിയില്ല ചേച്ചി. നീ എല്ലാം പാക്ക് ചെയ്ത് റെഡിയാവും. 30 മിനിറ്റ് കൊണ്ട് ടാക്സി അവിടെ എത്തിക്കാൻ വേണ്ടത് ഞാൻ ചെയ്തോളാം. നീ താമസിക്കുന്ന സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തു. ഇനി തെറ്റിക്കണ്ട. വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചതാ. പിന്നെ എൻ്റെ മോള് ഇനി ബുദ്ധിമോശമൊന്നും ചെയ്യല്ലേ. ചേച്ചിയുടെ മുഖത്തെ ആത്മവിശ്വാസം എനിക്ക് ഒരുപാട് ആശ്വാസമായി. ഞാൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ചേച്ചി. കൂടുതലൊന്നും പറയാതെ അവൾ വേഗം ലൊക്കേഷൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ബാഗിലും പെട്ടിയിലുമായി എല്ലാം അടക്കി വെക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. ചേച്ചിയാണ്. മോളെ, എൻ്റെ ഒപ്പം പഠിച്ച ഷ്യാമിനെ നിനക്ക് ഓർമ്മയില്ലേ? അവനും ഭാര്യയും കൊച്ചിയിലാണ്. അവർ വന്ന് നിന്നെ കൂട്ടും. നീ ധൈര്യമായിരിക്കും. ഫോൺ വച്ച് വേഗം എല്ലാം ഒരുക്കി. ഫാനിൽ കെട്ടിയ സാരി അഴിച്ചെടുത്ത് സാരി മുഖത്തോട് ചേർത്ത് ഉമ്മ വെച്ചു. ഈ സാരിയിൽ അമ്മയുടെ മണം തോന്നിയത് കൊണ്ട് മാത്രമാണ് കഴുത്തിൽ കുരുക്കിടാൻ മടിച്ചത്. ഞാൻ വീട്ടിൽ പോകുന്നു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശല്യമായിട്ട് ഞാനില്ല എന്ന് വിനുവേട്ടന് മെസ്സേജ് അയച്ചു. താങ്ക്സ് എന്ന് പറഞ്ഞ് ഒരു കൂസലമില്ലാതെ എനിക്ക് മറുപടി അയച്ചു ആ മനുഷ്യൻ. 30 മിനിറ്റ് ആവുന്നതിന് മുമ്പ് അവരെത്തി. അവർ എന്നോടൊന്നും ചോദിച്ചില്ല. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ രാത്രിയായി. അമ്മയും അച്ഛനും ചേച്ചിമാരും ഉമ്മറത്ത് തന്നെയുണ്ട്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയതും അമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. അമ്മയുടെ കണ്ണ് കരഞ്ഞ് കലങ്ങിയിരിക്കുന്നു. വലിയേച്ചിയുടെ മുഖത്ത് ഗൗരവമാണ്. ചെറിയേച്ചിയുടെയും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അച്ഛൻ ഒരു ദിവസം കൊണ്ട് വയസ്സനായതുപോലെ. ഇനി ആരും വേണിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ട. അകത്തുനിന്ന് ഇറങ്ങി വന്ന ഉണ്ണിയേട്ടൻ പറഞ്ഞു. പുറകെ വന്ന ഗിരിയേട്ടൻ കാറിൽ നിന്നും സാധനങ്ങൾ എടുത്തു വെച്ചു. കുളി കഴിഞ്ഞ് വരുമ്പോൾ വലിയേച്ചി ബെഡിലിരിക്കുന്നു. ചേച്ചിയുടെ കണ്ണിൽ നനവുള്ളതുപോലെ. എന്തിനാ ഈ രാത്രി തല നനച്ചത്? ചേച്ചിയുടെ ചോദ്യം കേട്ടപ്പോൾ അതുവരെ പിടിച്ചു നിന്ന സങ്കടം മുഴുവൻ പുറത്തേക്ക് വന്നു. ചേച്ചിയുടെ മടിയിൽ കിടന്ന് തേങ്ങി. ചേച്ചി ഒന്നും പറയാതെ പുറത്ത് തലോടി. ചേച്ചി, വിനുവേട്ടന് വേറെയും ബന്ധമുണ്ട്. ഇന്ന് ആ സ്ത്രീയുടെ ഭർത്താവ് വീട്ടിൽ വന്ന് പ്രശ്നമുണ്ടാക്കി. സഹിക്കാൻ ഇനിയും വയ്യ ചേച്ചി. അയാൾക്ക് ഒരിക്കലും എന്നെ സ്നേഹിക്കാൻ പറ്റിയിട്ടില്ല ചേച്ചി. ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ് ചേച്ചിയെ മുറുകെ പിടിച്ചു. എൻ്റെ തലയിൽ തലോടിക്കൊണ്ട് ചേച്ചി പറഞ്ഞു, ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ മോള് കരയാൻ പാടില്ല. അവനെ നമുക്കൊരു പാഠം പഠിപ്പിക്കണം. അതിന് നീ ഉഷാറാവണം. വേറൊരു ഡിവേഴ്സ് അതവന് സഹായം മാത്രമേ ചെയ്യൂ. ഇന്ന് നീ ഒന്നും ആലോചിക്കണ്ട. ഒന്ന് ഭക്ഷണം കഴിച്ചേ. അന്ന് രാത്രി പണ്ടത്തെ പോലെ 2 ചേച്ചിമാരുടെയും ഇടയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് ചേച്ചിയുടെ ഒപ്പം
ജീവിതത്തിൽ ആദ്യമായി പോലീസ് സ്റ്റേഷൻ്റെ പടി കയറുമ്പോൾ ഒട്ടും പരിഭ്രമിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ നിന്നും വിളി കിട്ടിയതും ഒരു വക്കീലിൻ്റെ ഫോൺ എനിക്ക് വന്നു. മ്യൂച്വൽ ഡിവോഴ്സിന് തയ്യാറാണെന്ന് പറഞ്ഞു. വക്കീലിൻ്റെ ഓഫീസിൽ നിന്നും വിനുവേട്ടൻ എതിർഭാഗത്തിരിക്കുമ്പോൾ എനിക്ക് ഒരു പേടിയും തോന്നിയില്ല. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, മ്യൂച്വൽ ഡിവോഴ്സിന് ഞാൻ തയ്യാറാണ്. പക്ഷേ 2 കോടി രൂപ എനിക്ക് നഷ്ടപരിഹാരമായിട്ട് തരണം. എൻ്റെ ആവശ്യം കേട്ടതും വിനുവേട്ടൻ്റെ മുഖം താഴ്ന്നു. പിന്നെ മെല്ലെ പറഞ്ഞു, ത്രിവേണി, 2 കോടി അത് ഞാൻ എങ്ങനെ? പറ്റുന്നൊരു തുക പറ. ഒട്ടും പതറാതെ ശബ്ദമുയർത്തി ഞാൻ പറഞ്ഞു, ഞാൻ കോടതിയിൽ പോയാൽ നിങ്ങൾ കൂടുതൽ വേർക്കും. എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. മറുപടിക്ക് കാത്തു നിൽക്കാതെ ഞാൻ ഇറങ്ങി. എൻ്റെ മുന്നിൽ അയാളെ തലകുമ്പിട്ട് നിർത്താൻ പറ്റിയത് തൻ്റെ വിജയമാണ്. 2 കോടി അയാൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തുകയില്ലെന്ന് നന്നായിട്ട് എനിക്കറിയാം. അയാൾ കോടതി കയറി ഇറങ്ങണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ വിനുവേട്ടൻ്റെ അമ്മയുടെ ഫോൺ. എല്ലാം മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ അവൻ തയ്യാറാണ്. നീ കൊടുത്ത കേസ്, അപമാനവും എല്ലാം എൻ്റെ മോൻ മറന്ന് നിന്നെ വീണ്ടും സ്വീകരിക്കും. എനിക്ക് ചിരി വന്നു. 2 കോടി എന്ന് കേട്ടപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ ക്ഷണിക്കുന്നു. നാണം കെട്ടവർ. വലിയ ശബ്ദത്തിൽ ഒട്ടും ദേഷ്യം വരാതെ വളരെ ശാന്തതയോടെ ഞാൻ പറഞ്ഞു, അമ്മയുടെ മകൻ എൻ്റെ മനസ്സിലുണ്ടാക്കിയ മുറിവുകൾ അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. പെട്ടെന്നെന്നല്ല, ഒരിക്കലും ഉണങ്ങില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് ഇനി ഒരുമിച്ചൊരു ജീവിതം ഇല്ല. അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ എത്ര പ്രാവശ്യം അമ്മയുടെ മോൻ എന്നെ തള്ളി പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞാൻ ക്ഷമിച്ചു. ഇനി വയ്യ അമ്മേ. അഹങ്കാരി, നീ എൻ്റെ മോൻ്റെ ജീവിതം നശിപ്പിക്കും. നിൻ്റെ കേസ് കാരണം ആ പെൺകുട്ടി എൻ്റെ മോനെ വിട്ടുപോയി. വിനുവേട്ടൻ്റെ അമ്മ പ്രായിക്കൊണ്ട് ഫോൺ വെച്ചു. മൊബൈൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് ചേച്ചി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. ചേച്ചി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, ചേച്ചിയുടെ മോൾ ഇപ്പോഴാണ് ആ പഴയ മിടുക്കിക്കുട്ടിയായത്. ഇനി കേസ് അതിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷെ നീ ഇനിയും പഠിക്കണം. PGക്ക് ചേർന്ന് പഠിത്തം തുടരണം. നിൻ്റെ ആഗ്രഹം പോലെ എന്ത് വേണേലും ആവാം. ഞങ്ങളെന്നും ഉണ്ടാവും. ചേച്ചിയുടെ കയ്യിൽ അമർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കണം. പിന്നെ അയാളുടെ അടുത്ത് നിന്നും കിട്ടാവുന്നത്രയും പണം ഞാൻ വാങ്ങും. അതെനിക്ക് വേണ്ടിയില്ല, അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി. ആ പണം ഞാൻ മാറ്റിവെക്കും. ഇനി ത്രിവേണി കരയില്ല ചേച്ചി. ഞാൻ തലയുയർത്തി അന്തസ്സായി ജീവിക്കും. ചേച്ചി എൻ്റെ കയ്യിൽ പിടിച്ച് തലോടി. ഇനി അങ്ങോട്ട് ത്രിവേണിയുടെ ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ വർണ്ണങ്ങൾ മാത്രമാണ്. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ അവസാനിച്ചു. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീണ്ടും ഒരു കഥയായിട്ട് വീണ്ടും കാണാം.